ഞാൻ രാജലക്ഷ്മി പിള്ളை. ഇന്ന് കൊച്ചിയിൽ നിന്ന് നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ രണ്ടാമത്തെ യൂണിറ്റാണ് പരാമർശിക്കാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കമ്പാരിസൺ, എന്തൊക്കെ മെത്തേഡ്സ് ആണ് അതിനെപ്പറ്റി വിചാരിച്ചിട്ടുള്ളത്, അതിൽ എന്ത് ആവശ്യത്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, സോഷ്യലും സയൻറ്റിഫിക്കുമായിട്ടുള്ള റിസർച്ച് എന്താണ്, ഇൻ്റഗ്രേറ്റീവ് തിങ്കിങ് എന്താണ്, പിന്നെ ഈ മെത്തേഡ്സ് ഓഫ് കമ്പാരിസണിൽ 5 മെത്തേഡ് ഉണ്ട്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, ഫോക്കസ്ഡ് കമ്പാരിസൺ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഇതിനെ പറ്റിയായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ ഇതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ കമ്പാരിസൺ എന്ന് വെച്ചാൽ താരതമ്യപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഈ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ദിനചര്യകളിൽ നമ്മൾ താരതമ്യപ്പെടുത്താറുണ്ട്. ഇപ്പൊ നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ മേടിക്കുകയാണ്. സാധാരണ വീടിന്റെ വാതിക്കെ കൊണ്ടുവരുന്ന വെജിറ്റബിൾ വെണ്ടറിന്റെ അടുത്ത് നിന്ന് മേടിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ ഇത്തിരി പൈസ കൂട്ടി പറഞ്ഞു എന്ന് വരും. കാരണം അവർ നമ്മുടെ വീടിന്റെ വാതിക്കെ വരെ കൊണ്ടുപോകണം. അതേസമയം നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് കുറച്ച് കുറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ ദിനചര്യയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുന്നതായാലും ശരി, പാല് മേടിക്കുന്നതായാലും ശരി, വെജിറ്റബിൾസ് ആയാലും ശരി, എല്ലാത്തിലും നമ്മൾ ഒരു താരതമ്യം ചെയ്യാറുണ്ട്. താരതമ്യപ്പെടുത്തുക, ഇതെങ്ങനെ അതെങ്ങനെ. അപ്പൊ ഇതിനെ നമ്മൾ സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോളേജ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ കരിയറിനെയോ അതിൽ വരുമ്പോഴും നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ അതിനെ കമ്പാരിസൺ ചെയ്യും, അല്ലെങ്കിൽ അതിനെപ്പറ്റി താരതമ്യപ്പെടുത്തും വളരെ കറക്റ്റായിട്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മെഡിസിന് പോകണോ അല്ലെ എഞ്ചിനീയറിംഗിന് പോകണോ അല്ലെ ടീച്ചർ ആവണോ എന്നുള്ളത് ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അത് വരുന്നത്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. അതേമാതിരി തന്നെ ഈ മെത്തേഡ്, കമ്പാരിറ്റീവ് മെത്തേഡിന് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൽ തന്നെ നമുക്ക് എക്സ്പെരിമെന്റൽ മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും ഉണ്ട്. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള, നേരത്തെ ഉള്ള ആൾക്കാർ എക്സ്പെരിമെന്റ് പരീക്ഷണാർത്ഥം അവർ ചെയ്തിട്ടുള്ളതും, അതേമാതിരി തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്ഥിതി വിവരണ കണക്കെന്നാണ് പറയാറ്. അപ്പോൾ ഈ പരിതസ്ഥിതിയിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏതായിരിക്കും നല്ലത്? അങ്ങനെ നമ്മൾ രണ്ടും ഉപയോഗിച്ച് എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ലെങ്കിൽ പരീക്ഷണാർത്ഥവും ഈ വിവരങ്ങൾ അനുഭവിച്ചിട്ടുള്ളതും അതിനെ നമ്മൾ അവിടെ താരതമ്യപ്പെടുത്തും. എന്നിട്ടാണ് നമ്മൾ ഏതാണോ നമുക്ക് വേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടും. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെടാൻ മുമ്പ് നമ്മൾ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് പല വിധത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെങ്കിൽ സ്ട്രാറ്റജി, ഏത് സ്ട്രാറ്റജി ആയിരിക്കും, മെത്തേഡായിരിക്കും കറക്റ്റ് എന്ന്, അതായത് നമ്മൾക്ക് ഉപകാരപ്പെടുന്നത് എന്തായിരിക്കും, അതാണ് നമ്മൾ ഇവിടെ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ മാതിരി താരതമ്യം ഒരാളുടെ ജീവിതത്തിലെ എല്ലാ പല സ്റ്റേജിലും പല വിധത്തിലായിരിക്കും എന്ന് മാത്രം. കാരണം സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന താരതമ്യം നമ്മളുടെ ക്ലാസ്മേറ്റിന്റെ മാർക്കിനെ പറ്റിയായിരിക്കും. കോളേജ് ലെവൽ എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ സ്കോറിനെ പറ്റി, ഏത് സ്കോർ എടുത്തു കഴിഞ്ഞാൽ എത്ര പോയിന്റിൽ നമ്മൾ വന്നാൽ നമ്മൾക്ക് കോളേജിൽ ഫസ്റ്റ് ആകാൻ പറ്റും, അല്ലെങ്കിൽ റാങ്ക് എത്ര കയറി വരും എന്നുള്ളത്. പിന്നെ ഓരോ പരിതസ്ഥിതിയിൽ നമ്മൾ പോയി കെട്ടിപ്പെടുമ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ അനുസരിച്ച്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നിന്ന് ഒരു കുട്ടി മെഡിസിൻ പഠിക്കുന്നു, ഇവിടെ പഠിക്കുമ്പോൾ ഇവിടുത്തെ കട്ട് ഓഫ് മാർക്ക് വ്യത്യാസമുണ്ട്. അതേസമയം ഇവിടെ ധാരാളം മെഡിസിൻ സീറ്റ്സ് ഉണ്ടെങ്കിലും ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. മാർക്ക് കിട്ടാത്ത കുട്ടികൾ വേഗം തന്നെ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ തുടങ്ങും. അപ്പൊ പുറം രാജ്യങ്ങളിൽ പോയി മെഡിസിൻ പഠിക്കുക എന്ന് പറയുമ്പോൾ ചൈനയിലത്തെ ഫീസ് എത്രയായിരിക്കും, ഫിലിപ്പൈനിലെ ഫീസ് എത്രയായിരിക്കും, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ എത്രയായിരിക്കും എന്നെല്ലാം കമ്പാരിസൺ ചെയ്യും. അവിടെ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നു. അപ്പോൾ അവനവന്റെ പർപ്പസിന്, അവനവന്റെ ഫ്യൂച്ചറിന് വേണ്ട കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേമാതിരി ചെയ്ത ശേഷം നമ്മൾ അതിനെപ്പറ്റി ഡിസിഷൻ എടുക്കുന്നു, എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഇത് ഈ കമ്പാരിസൺ എന്നുള്ള കാര്യം അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുന്ന വീടിന്റെ അകത്ത് തുടങ്ങുന്നതാണ്. ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മമാരുടെയും ഇടയിലും
സ്വന്തക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ ഡെയിലി അതിങ്ങനെ പ്രാക്ടീസ് ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റി അതിൻ്റെ റിലേഷൻ എന്താണ്, അതിൻ്റെ ഇന്റർ കണക്റ്റഡ്നെസ് എന്താണ്, അത് ഡെയിലി ബേസിസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് എൻ്റെ ശരീരം നന്നാവുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടുന്നില്ല, ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതേമാതിരി തന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഡെയിലി ഏത് ബസ്സാ പോകുന്നത്, നമ്മളപ്പോൾ ഒരു ജോലിയിൽ ജോലി കിട്ടി ജോയിൻ ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി സ്ഥലത്ത് പോകുന്നതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ പല വിധത്തിൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയും, പോകാനും വരാനുള്ള പരിപാടികളുണ്ട്. ട്രെയിനുണ്ട്, ബസ്സുണ്ട്, കാറുണ്ട്, സൈക്കിളുണ്ട്, സ്കൂട്ടറുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമുക്ക് സൗകര്യം? നമ്മൾ സ്കൂട്ടർ ഓടിച്ച് പോകുന്നതാണോ നല്ലത്, കാർ ഓടിച്ച് പോകുന്നതാണോ നല്ലത്? പെട്രോളിന്റെ കോസ്റ്റ് ഒക്കെ നമ്മൾ കമ്പാരിസൺ ചെയ്യും. അപ്പൊ കമ്പാരിസൺ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ഏത് നല്ലതെന്ന് തോന്നുന്നോ, ഏത് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നോ അതായിരിക്കും നമ്മൾ എടുക്കുക. ഡെയിലി നമുക്ക് ബസ്സിൽ പോവുകയാണെങ്കിൽ ആ ബസ്സിന്റെ ടൈം അറിഞ്ഞാൽ മതി, പിന്നെ അറൈവൽ ടൈമും ഡിപ്പാർച്ചർ ടൈമും നോക്കി വെച്ചാൽ മതി. ബാക്കി ഓടിച്ചിട്ട് പോകുന്നതിനുള്ള ആ ടെൻഷൻ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ ഉണ്ട്, അതാകുമ്പോൾ AC കൂടെ ഉണ്ട്. നിങ്ങളുടെ മെട്രോ IT പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവര് രാത്രി ഷിഫ്റ്റ് എടുക്കുമ്പോഴും പകൽ ഷിഫ്റ്റ് എടുക്കുമ്പോഴൊക്കെ അവർക്ക് സൗകര്യമായിട്ട് ഇരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ലോ ഫ്ലോർ ബസ്സുകളുണ്ട്. ഡെയിലി ഇവിടെ നിന്ന് തൃശ്ശൂർക്കും ഡെയിലി ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വരുന്ന ലേഡീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ തൃശ്ശൂരിലേക്കും കാലിക്കറ്റിലേക്കും ഡെയിലി പോകുന്ന ലേഡീസ്. കാരണം ബസ്സിൽ കയറി ട്രെയിനിൽ കയറി ഇരുന്നാൽ മതി, ആ സ്റ്റേഷൻ അവിടെ എത്തുന്ന വരെ ഉള്ളൂ. അതനുസരിച്ച് അവരുടെ ലൈഫിനെ പ്ലാൻ ചെയ്യും. അപ്പോൾ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ കമ്പാരിസൺ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്ലാൻ കിട്ടും, പ്ലാൻ ഓഫ് ആക്ഷൻ കിട്ടും. അപ്പൊ ആ പ്ലാൻ ഓഫ് ആക്ഷൻ വഴി നമ്മൾ ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ സഞ്ചിതമായിട്ടോ അല്ലെങ്കിൽ ആകെ തുകയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബസ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ, ഒന്നല്ലെങ്കിൽ ഹസ്ബൻഡിനോ കുട്ടികൾക്ക് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് പിക്ക് ചെയ്യും. അപ്പൊ അത്രയ്ക്കുള്ള പെട്രോൾ മതി. ട്രെയിനിൽ വരികയാണെങ്കിൽ, ട്രെയിൻ ഡെയിലി വരുന്ന ട്രെയിൻ ആണെങ്കിൽ അതിന് കറക്റ്റായ ട്രെയിനിനും പാസ് എടുക്കാം. ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ, ഡെയിലി പോയി വന്നിട്ടുണ്ട്. കാരണം അത് നമുക്ക് കൺവീനിയന്റ് ആണ്. നമ്മള് ഒരു ട്രെയിനിന്റെ മാസത്തേക്കുള്ള ഫീസ് അല്ലെങ്കിൽ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ പോയി ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. കയറി പാസിന് എഴുതി വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കുക. നമ്മളുടെ വർക്ക് ട്രെയിനിന്റെ ആ ട്രാവലിംഗ് 1 hour ആണെങ്കിലും ശരി, 2 hours ആ ട്രെയിൻ ട്രാവൽ ടൈമിൽ നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പാറ്റേൺ ആയിട്ട് റെഗുലർ ആയിട്ട് നമുക്ക് അതിനെ ചിന്തിച്ചു കൊണ്ടുപോകാനും ഒരു പുട്ട് ഇൻ ടു ആക്ഷൻ എന്നുള്ള ലെവലിൽ കൊണ്ടുപോകാനും പറ്റും. പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് പല ബെനിഫിറ്റ് എന്താ, ടൈം സേവ് ചെയ്യാം, ആലോചിച്ചുള്ള സമയം സേവ് ചെയ്യാം, പ്ലാൻ ഏതൊക്കെ പുതിയ സ്ട്രാറ്റജീസ്, പുതിയ മെത്തേഡ്സിനെ നമ്മുടെ മനസ്സിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കാം. പല വിധത്തിൽ ആൾക്കാരുമായിട്ട് നമ്മൾ സംസർഗം വരുമ്പോൾ അതിലും നമുക്ക് ബെനിഫിറ്റ് വരും. കാരണം ഫ്രണ്ട്സിനെ കുറെ കിട്ടും. അതേമാതിരി തന്നെ പരിചയമുള്ളവര്, കോ വർക്കേഴ്സ്, കോ പാസഞ്ചേഴ്സ്, അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ നെറ്റ്വർക്ക് സ്കീം, അതായത് നമ്മളുടെ ഫ്രണ്ട്സിന്റെ സർക്കിള് വലുതാവുന്നു. നമുക്കൊരാവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. ഇങ്ങനത്തെ പലവിധ അഡ്വാൻറ്റേജസ് ഉണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട്. അത് റെഗുലർ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പ്രശ്നങ്ങൾ ഇല്ലാണ്ട് സ്റ്റഡി ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതും എല്ലാ കാര്യങ്ങളും പൊളിറ്റിക്സിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യത്തിലും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. എന്താ ഗവൺമെന്റിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അവരുടേതായ ചട്ടവട്ടങ്ങളും മുറകളും ഉണ്ടാവും, അവരുടേതായ പല ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും, ശരിയുണ്ടാവും. ഇതൊക്കെ നമുക്ക് അടുക്കി വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോൺഗ്രസ് ടൈമിൽ എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്,
അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ എന്താണ് അവരുടെ ഭരണഘടനയുടെ ചിട്ടകൾ, അവരെങ്ങനെയാണ് പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യൻ എന്തവർ ചെയ്യുന്നു എന്നൊക്കെ നോക്കി വരാൻ പറ്റും. മനസ്സിലായോ? അതാണ് കമ്പാരിസൺ ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇതിനുശേഷം നമ്മൾ കമ്പാരിസൺ ചെയ്തു, എക്സ്പ്ലനേഷൻ പല ഗ്രൂപ്പിൽ വരുന്നുണ്ട്. പല ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ആബ്സെന്റ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പിൽ വരുന്നവർക്കും രണ്ട് വിധത്തിലായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ബേസിസിൽ എല്ലാവിധ എക്സ്പ്ലനേഷനും എല്ലാവിധ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ലെവലിലായാലും ശരി, കാസ്റ്റിന്റെ ബേസിസിലായാലും ശരി, ജെൻഡറിന്റെ ബേസിസിലായാലും ശരി, ലിംഗഭേദത്തിലായാലും ശരി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയുന്ന ബിലീഫിലായാലും ശരി, ഈ എല്ലാവിധ ഒബ്സർവേഷൻസ് നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാ നടക്കണ, സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരേ മാതിരി ഉള്ള ആക്ടിവിറ്റീസ്, ഡിസിമിലാരിറ്റീസ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവരെന്തൊക്കെ ചെയ്യുന്നു, കാഷ്വൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, ആണും പെണ്ണും വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, അതിൽ കൂടെ നമുക്ക് കിട്ടാൻ പറ്റുന്ന സുഖങ്ങളും ദുഃഖങ്ങളും അറിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വലും ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ആയിട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി കമ്പാരിസൺ ആണ്, താരതമ്യപ്പെടുത്തിയെടുക്കുക. എന്നിട്ട് ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇനി ഇതിന് പല വിധത്തിലെ മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ ഒന്നാണ് കമ്പാരിറ്റീവ് മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇതിനെ പറ്റിയുള്ള തോട്ട്സ് എന്തൊക്കെയാ പറഞ്ഞുള്ളത്. മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കുന്നു, അതിനെയാണ് മെത്തേഡ് എന്ന് പറയാ. ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വളരെ കറക്റ്റായിട്ട് പോകാൻ പറ്റും. ഇൻസ്ട്രക്റ്റീവ് വേയിലായാലും ശരി, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്തിയെടുക്കണം, അക്കംപ്ലിഷ് ചെയ്യണം. അത് ഇപ്പൊ എൻ്റെ തന്നെ അനുഭവം കൊണ്ട് വേണമെന്നില്ല, എൻ്റെ റിലേറ്റീവിൻ്റെ അനുഭവം എനിക്കൊരു പാഠമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരാളുടെ ഒബ്സർവേഷനും ഒരാളുടെ എക്സ്പീരിയൻസിനെയും നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നു. എനിക്കിത് അക്സെപ്റ്റ് ആവുമോ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ജോലിക്കോ ഇത് കംഫർട്ടബിൾ ആകുമോ? അങ്ങനെ നമുക്കതിനെ വേറൊരാളുടെ എക്സ്പീരിയൻസിനെ കൂടി നമ്മൾക്ക് നമ്മളുടേതായ കാര്യങ്ങളിൽ കമ്പാരിസൺ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാം. അതേമാതിരി തന്നെ ഓരോ പ്രതിഭാസങ്ങൾ, പഠിക്കുന്നതായാലും ശരി, പഠിപ്പിക്കുന്നതായാലും ശരി, ജോലി ചെയ്യുന്നതായാലും ശരി, ചെയ്യിപ്പിക്കുന്നതായാലും ശരി, എല്ലാത്തിനും ഓരോ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിനെ നമ്മൾ ഏത് വിധത്തിൽ നമ്മളൊരു പുതിയൊരു മിക്സി മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാധനമുണ്ട്, ഇൻസ്ട്രക്ഷണൽ മാനുവൽ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഇൻസ്ട്രുമെന്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവര് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേമാതിരി നമ്മളുടെ എല്ലാ പൊളിറ്റിക്കലി അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയത്തിലും ഓരോ കോൺസെപ്റ്റ്സ് ഉണ്ട്. കോൺസെപ്റ്റ്സ് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഒരു സിദ്ധാന്തം, അതിൻ്റെ ടെക്നിക്സ് ഉണ്ട്. ഏത് വിധത്തിലുള്ള ടെക്നിക്സിലും നിങ്ങൾ ഉപയോഗിക്കുന്നു, എങ്ങനെയാണ് നമ്മൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ജനറൽ എലക്ഷൻ വരികയാണ്. അപ്പൊ എലക്ഷന് മുമ്പ് 5 കൊല്ലം കൂടുമ്പോഴാണ് ഒരു എലക്ഷൻ, ജനറൽ എലക്ഷൻ നടക്കുന്നത്. ഈ എലക്ഷൻ നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി മരിച്ചുപോയി, അപ്പോൾ അവിടെ ഒരു ബൈ എലക്ഷൻ വന്നു. കാരണം എലക്ടഡ് ലീഡർ ഒരാള് മരിച്ചു പോയാലോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുമ്പോൾ അവിടെ ടെമ്പററി ആയിട്ട് ഒരു ബൈ എലക്ഷൻ ഉണ്ടാവും, ആ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം. അവിടെ അപ്പോ 3 പാർട്ടിയോ 4 പാർട്ടിയോ എല്ലാവരും അവനവന്റെ കാൻഡിഡേറ്റ്സിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നു. അതിന് ശേഷം അവരെ പറ്റി അവര് അവർക്ക് എന്തൊക്കെയാണ് സ്വത്ത് വിവരങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് റിട്ടേൺ ആയിട്ട് കൊടുക്കണം. അതിന് ഓരോ പ്രോസസ് ഉണ്ട്, എലക്ഷൻ പ്രോസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ ഏത് മെത്തേഡ്സ്,
അതിനുശേഷം അവർ പല വിധത്തിലും പല മെത്തേഡും അഡോപ്റ്റ് ചെയ്യും. എനിക്ക് വോട്ട് തരുമെന്ന് പ്രൊപ്പഗാൻഡ ചെയ്യും. പല വിധത്തിൽ അവർ ആൾക്കാരെ നേരിട്ട് സംസാരിക്കും, നോട്ടീസ് വിതരണം ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട്. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്ര ദിവസം 24 hours മുമ്പ് പബ്ലിക് ഇത് വെക്കാൻ പാടില്ല. ചില കണ്ടീഷൻസ് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അനുസരിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പൊ അങ്ങനെ വന്ന ശേഷമാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ, ഓരോരുത്തരുടെയും ഡാറ്റ കളക്ട് ചെയ്തെടുത്ത ശേഷം അതിന് പ്രിസൈഷൻ അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച ശേഷം ഒരു സയന്റിഫിക് എൻക്വയറി ആവശ്യമുണ്ടെങ്കിൽ അതും നടത്തും. എന്നിട്ടാണ് പ്രിസിഷൻ എന്ന് പറയുന്നത് എക്സാക്ട് കറക്റ്റ് ആയിട്ടുള്ളത് നോളജ്. അതിനും എക്സാക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പഠിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ്, സോഷ്യൽ സ്റ്റഡീസ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ സയൻസിന്റെ ആപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ ആക്യുറസി, എത്രത്തോളം സയന്റിഫിക് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഉത്സാഹത്തോടെ, ഒരു സയന്റിഫിക് അപ്രോച്ചോടുകൂടി ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും കാൻഡിഡേറ്റ്സ് അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, എന്നെ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നും അവരുടെ മെത്തേഡ്സ് അവരെന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അതിനുശേഷം അവരുടെ വോട്ടിനെ അഭിപ്രായം ചോദിക്കുകയും അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്യും, പബ്ലിക് ക്യാൻവാസ് ചെയ്യും. അങ്ങനെ ശേഷമാണ് നമ്മൾ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് പണ്ടൊക്കെ ഓപ്പൺ ഇലക്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ സീക്രട്ട് ബാലറ്റ് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 18 വയസ്സായ, ഇപ്പോഴത്തെ പ്രായം അനുസരിച്ച് 18 വയസ്സായ പുരുഷനും സ്ത്രീക്കും വോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ള കാൻഡിഡേറ്റിനെ, പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം അവരുടെ വെയിറ്റേജ്, അവരുടെ റീഡിംഗ് വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വോട്ടിന്റെ ലീഡ് അനുസരിച്ച് എത്രത്തോളം ഒരു കാൻഡിഡേറ്റിൽ നിന്ന് താരതമ്യപ്പെടുത്തുന്നു. എക്സ് കാൻഡിഡേറ്റിൽ നിന്ന് വൈ കാൻഡിഡേറ്റിന് എത്ര കൂടുതലുണ്ട്, എത്ര കുറവുണ്ട്, വൈയിൽ നിന്ന് ഇസഡിന് എത്രയുണ്ട്. അപ്പൊ ഇങ്ങനെ താരതമ്യപ്പെടുത്തിയിട്ടാണ് കമ്പാരിറ്റേറ്റീവ് മെത്തേഡിലാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അതിൽ ഹിസ്റ്റോറിക്കൽ, കഴിഞ്ഞ ഇലക്ഷനില്, ഈ ഇലക്ഷനിൽ, പ്രീവിയസ് ഇലക്ഷനിൽ ഏത് പാർട്ടിയാണോ മുന്നിൽ നിന്നിരുന്നത്, അത് ഹിസ്റ്ററി, അതിന്റെ ചരിത്രം, ഈ ഓരോ പാർട്ടിയുടെയും ചരിത്രം, അവർ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യുന്നോ, അവര് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അവർ എന്ത് ചെയ്തു, ഇതൊക്കെ ഈ വിജ്ഞാനികൾ ഇത് വായിക്കുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി പരാമർശിക്കുകയും അതിനെപ്പറ്റി പബ്ലിക്കായിട്ട് സംസാരിക്കുകയും ഡിബേറ്റ്സ് നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു. അപ്പൊ എല്ലാവിധ സ്റ്റഡിയും ഓരോ മനുഷ്യൻ്റെതായ സോഷ്യൽ ഫിനോമിനൻ ഉണ്ട്, സോഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് ലൈഫിൽ, അതിൽ വഴിയാണ് പോകുന്നത്. അത് സോഷ്യോളജി ആയാലും ശരി, ഹിസ്റ്ററി ആയാലും ശരി, ചരിത്രമായാലും ശരി, ആന്ത്രപ്പോളജി ആയാലും ശരി. ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ മാനവരാശിനെ പറ്റിയുള്ള സയൻസിനെയാണ് ആന്ത്രപ്പോളജി എന്ന് പറയാം. സൈക്കോളജി, മെന്റൽ ആയിട്ടുള്ള അറിവിനെ ആണ് സൈക്കോളജി എന്ന് പറയാം. അല്ലെങ്കിൽ ലിറ്ററേച്ചർ, ഏത് വിധത്തിൽ ലാംഗ്വേജിന്റെ ലിറ്ററേച്ചർ. അപ്പൊ ഇങ്ങനെ എല്ലാ വിധത്തിലും നോക്കുമ്പോൾ ഈ പല ഡിസിപ്ലിൻസിലും പല കാൻഡിഡേറ്റ്സിനെയും പല പാർട്ടിയുടെയും കമ്പാരിറ്റീവ് സ്റ്റഡി, അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ക്രോസ് കൾച്ചറൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആന്ത്രപ്പോളജിയും സൈക്കോളജിയും, അതേമാതിരി ക്രോസ് നാഷണൽ എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും. നാഷണൽ ലെവലില് രാഷ്ട്രീയം എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്, എന്ത് കിട്ടുന്നുണ്ട്, അതേമാതിരി നാഷണൽ ലെവലില് സോഷ്യോളജി എന്ന് പറയുന്നത് സാമൂഹിക ശാസ്ത്രമാണ്. അതായത് മനുഷ്യരാശിനെ പറ്റിയുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ്. അതിൽ എത്ര വരുന്നു, എന്തൊക്കെയാണ് ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള പാർട്ടിയുടെ ലീഡർ, പാർട്ടിയും അതേമാതിരി പാർട്ടി കാൻഡിഡേറ്റും അല്ലെങ്കിൽ
ഇലക്ഷന് നിൽക്കുന്നവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പ്രീവിയസ് ചരിത്രപരമായിട്ടുള്ള അവരുടെ വർക്കുകളും അവരുടെ സപ്പോർട്ടും കമ്പാരിസൺ ചെയ്യും. ഇനി എന്തിനാ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്? വൈ വി വാണ്ട് ടു കമ്പയർ? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത് ഊർന്നിറങ്ങിയ തിയറിയാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള പോയിന്റ്സ് ആണ്. പിന്നെ ഹൈപ്പോത്തീസിസ്, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വരാം, ഹൈപ്പോത്തീസിസ് ചെയ്യും നമ്മൾ ഓരോ കാഷ്വാലിറ്റിയിലും. അതേമാതിരി തന്നെ റിലയബിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കമ്പാരിസൺസും നമ്മൾ നടത്തുന്നുണ്ട്. കാരണം ഓരോ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചില് സോഷ്യൽ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലായിട്ട് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരെല്ലാം സോഷ്യൽ സയന്റിസ്റ്റ് ആണ്. അപ്പൊ അവര് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഏറ്റവും നല്ല മെത്തേഡ്? സയന്റിഫിക് റിസർച്ച് ആണോ? അതെ, സയന്റിഫിക് റിസർച്ച് എന്ന് നമ്മൾ പറയുന്നതിന്റെ ഉദ്ദേശം പ്രിസിഷൻ ഉണ്ടാവണം, അക്യുറസി ഉണ്ടാവണം, വാലിഡിറ്റി ഉണ്ടാവണം, കറക്റ്റ് ആയിട്ടുള്ള റിലയബിലിറ്റി ഉണ്ടാവണം, വേരിയബിലിറ്റി ഉണ്ടാവണം. അപ്പൊ പ്രെഡിക്റ്റബിലിറ്റി, അടുത്തത് എന്ത് വരും, നമ്മളിപ്പോ ഇലക്ഷൻ ടൈമില് ഓരോ പ്രെഡിക്റ്റബിലിറ്റി കമ്പാരിസണിൽ കാണിക്കുന്നുണ്ട്. ആർക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് സോഷ്യൽ അനാലിസിസ്റ്റ് അവര് കമ്പാരിസൺ, അവരുടെ ജനങ്ങളുടെ ഭാവഭേദങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്ക് ജയിക്കാൻ പറ്റും. അതാണ് പ്രെഡിക്റ്റബിലിറ്റി, പ്രവചനം ചെയ്യാൻ ഉള്ള സാമർഥ്യം. അപ്പോൾ പൊളിറ്റിക്കൽ സയന്റിസ്റ്റായ ജെയിംസ് കോൾമാൻ പറയുന്നുണ്ട്, സയന്റിഫിക് ആയിട്ട് ഇല്ലാത്തവർക്ക്, സയന്റിഫിക് നോളജ് ഇല്ലെങ്കിൽ കമ്പാരിസണും അത്ര കാര്യമായിട്ട് നടക്കാൻ പറ്റില്ല. അതേമാതിരി എംഫസൈസ് ചെയ്യുന്നുണ്ട് തിങ്കബിൾ, അൺതിങ്കബിൾ ആയിട്ടുള്ളതും ഒരു സയന്റിഫിക് തോട്ടിനെ പറ്റി, സയൻസിന്റെ ബേസ്, റിസർച്ചിനെ പറ്റിയുള്ള ബേസിലുള്ളവർക്കും കമ്പാരിസൺ ചെയ്താലേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഇത് പ്യോർ സയൻസ് ആക്കി എടുക്കുകയാണ്, ഇതിനെ ഒരു സയൻസോ മാത്സോ ഒക്കെ കാൽക്കുലേഷൻസിലാണ് എടുക്കുന്നത്, പ്രോബബിലിറ്റി അനുസരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ലാബോറട്ടറിയിൽ ചെയ്യുന്ന മാതിരി നമ്മൾ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ പരീക്ഷണങ്ങൾ വഴി ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ്, ഇലക്ട്രൽ സിസ്റ്റത്തിൽ വരുന്ന പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഉള്ള പാർട്ടികളുടെ പെർഫോമൻസ്, ഇത് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് എത്രത്തോളം ചേഞ്ച് ആകും, ഇവരുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ്ഡ് ആയിട്ടായിരിക്കും വരാൻ പോകുന്ന സമ്പ്രദായം, അതായത് വരാൻ പോകുന്ന ഗവൺമെന്റ്, ആ ഏത് പാർട്ടി ജയിച്ചാൽ എന്ത് വരും, അവിടെ പ്രോബബിലിറ്റി വരുന്നുണ്ട്. ഏതായിരിക്കും പാർട്ടി ജയിക്കാൻ പറ്റുക സാധ്യത, അതിൻ്റെ കൂടെ അവർ വന്നാൽ അവരെന്ത് ചെയ്യും എന്നുള്ളത് അവരുടെ പഴയ ചരിത്രം, ഹിസ്റ്റോറിക്കൽ സ്റ്റഡി അനുസരിച്ചിട്ടും അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു. അതവിടെ ഉദ്ദേശിക്കുന്ന നമ്മൾ റിലേഷൻഷിപ്പാണ്, പരസ്പരം റിലേഷൻഷിപ്പാണ്. പരസ്പരം റിലേഷൻഷിപ്പിന്റെ ഏതിന്റെ ബേസിസിലാണ്? ഹൈപ്പോത്തീസിസ് കൊടുക്കുന്നുണ്ട്. ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിഗമനങ്ങളാണ്. ഓരോ കൺക്ലൂഷനും അല്ലെങ്കിൽ ഓരോ ഉദ്ദേശത്തിനും ചില നിഗമനങ്ങൾ പറ്റും. നമ്മളിപ്പോ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്തൊക്കെ നമ്മളുടെ സിംറ്റംസ് അവർ ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങൾ വേദനകൾ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ശരീരത്തിൽ വ്യത്യാസമായിട്ട് തോന്നുന്നത്, അതനുസരിച്ചിട്ടാണ് അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാണ് ഡോക്ടർ മരുന്ന് തരിക. അപ്പൊ അവിടെ പ്രിഡിക്ഷൻ. ഇനി ഇതിൽ തന്നെ സയന്റിഫിക് ആയിട്ട് വീക്കർ ആയിട്ടുള്ളവരുണ്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരുണ്ട് മെത്തേഡിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സയന്റിഫിക് മെത്തേഡില് ബെസ്റ്റ് ഏതാണോ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി, ഏതാണോ സോഷ്യൽ അവർക്ക് ക്ലിയർ ആയിട്ടുള്ള മെത്തേഡ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റും ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ ഇവർക്ക് പ്രിപ്പസിഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ സാധ്യത എന്തായിരിക്കും, ഇവരെന്ത് വിധത്തിലായിരിക്കും സിദ്ധാന്തങ്ങൾ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത്, ഏത് വിധത്തിലായിരിക്കും അനുമാനപ്പെടുന്നത്. അനുമാനം എന്നാണ് നമ്മൾ ഹൈപ്പോത്തീസിസിന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ
സാമാന്യം 75% നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോ റൈറ്റ് നൗ അമേരിക്കയിലെ ട്രംപിന്റെയോ അല്ലെങ്കിൽ UK-യിലെ ഹൃഷികേശിന്റെയോ അല്ലെങ്കിൽ കാനഡയിലെ യുനെക്കിലെ പല കമ്പാരിസൺ ചെയ്യുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ ഇവരുടെ ഭരണഘടനാ സിസ്റ്റങ്ങളും ഇവരുടെ ആറ്റിറ്റ്യൂഡ് അത് വരുമ്പോൾ ആ രാജ്യത്തിന് നേഷന് സ്റ്റേറ്റിന് വരാവുന്ന വ്യത്യാസങ്ങൾ, ആ സ്റ്റേറ്റിലെ വരുന്ന ആൾക്കാർക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും, സിസ്റ്റംസ് എന്തായിരിക്കും, ഇതിനാണ് നമ്മൾ വളരെ പ്രിപ്പോസിഷൻസ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ വളരെ തിയററ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സിദ്ധാന്തിക നിർദ്ദേശങ്ങളിൽ മുഖാന്തരമോ ജനറലൈസേഷൻ മുഖാന്തരമോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി മെത്തേഡിലോ സയന്റിഫിക്കലോ ആർഗ്യുമെന്റ് പറയുന്നത് കൺട്രോൾ ഫങ്ഷൻ, ഒരു സിസ്റ്റത്തിന്റെ ചെക്ക് അല്ലെങ്കിൽ ഒരു ഇന്റഗ്രൽ സയന്റിഫിക് അപ്രോച്ച് ഏതിനെയാണ് ചെക്ക് ചെയ്ത് പോകുന്നത്? ലബോറട്ടറി എക്സ്പെരിമെന്റേഷൻ മാത്രം സയൻസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കോവിഡ് വരുന്ന സമയത്ത് ആ കോവിഡിനുള്ള വാക്സിൻ മനുഷ്യരിൽ കുത്തിവെക്കുന്നതിന് മുമ്പ് അവര് ലബോറട്ടറിയിൽ എക്സ്പെരിമെന്റേഷൻ ചെയ്തിട്ടുണ്ടാവും. അത് സയൻസ്, അത് പ്യുവർ സയൻസ്, മെഡിക്കൽ സയൻസ്. അപ്പൊ അതേമാതിരി ഇവരുടെ താല്പര്യങ്ങൾ എന്താണ്, ഇവരുടെ മനസ്സിലത്തെ ഉദ്ദേശങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ സയൻസിൽ കമ്പാരിസൺ വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ സോഷ്യൽ സയൻസിൽ കമ്പാരിസൺ ഇൻഡിസ്പെൻസിബിൾ ആണ്, മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ കാരണം എന്താ? കൺട്രോളിങ് പവർ. അവരുടെ കയ്യിൽ പവർ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആയിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെക്കിംഗ് വാലിഡിറ്റി വേണം. ഇവർ പറയുന്നതാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ക്വസ്റ്റ്യനിങ് അതോറിറ്റി വേണം. അപ്പോൾ ഗവൺമെന്റിന്റെ ഹിസ്റ്ററിനെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു നല്ലൊരു പിക്ചർ ഉണ്ടായിരുന്നു, നമ്പർ 1 എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇലക്ഷൻ നടക്കുമ്പോഴോ കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യുമ്പോഴോ ഒക്കെ ഈ തിയററ്റിക്കലിയും ഹിസ്റ്റോറിക്കലിയും നോക്കിയിട്ടാണ് പ്രഡിക്ഷൻസ് പറയുക. അതേമാതിരി തന്നെ ബാക്കിയുള്ളവരിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, സിദ്ധാന്തങ്ങൾ നമ്മൾ എങ്ങനെ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉപകാരപ്പെടുത്തുന്നു. പ്രോബബിലിറ്റിക് കാഷ്വാലിറ്റി എന്ന് പറയും. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റിക് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യത കാര്യകാരണത്വം. ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഒരു കാഷ്വാലിറ്റി വരാൻ സാധ്യതയുണ്ട്. പ്രോബബിലിറ്റി ഇപ്പോൾ നമ്മളുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പുൽപ്പള്ളിയിൽ 3-4 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിലും പ്രോബബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള പ്രതിബദ്ധതയും, ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ എന്നുള്ളത് വരുമ്പോൾ അങ്ങനത്തെ ഒരു സെന്റിമെന്റൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ സെന്റിമെന്റൽ വാല്യൂ ആണ് അവരുടെ വോട്ടിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സാധ്യത ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിച്ചു വരാനാണ് സാധ്യത. ജയിച്ചു എന്നല്ല പറയുന്നത്, സാധ്യതയുണ്ട്, പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ സെന്റിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. കരിസ്മാറ്റിക് ലീഡേഴ്സ് ഉണ്ട്. ഇവിടെ കരിസ്മാറ്റിക് ലീഡറിന്റെ മകനാണ് എന്നുള്ള ആ സെന്റിമെന്റ്, അച്ഛൻ മരിച്ചുപോയി എന്നുള്ള ആ സെന്റിമെന്റ്, അപ്പോൾ മകനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഡ്യൂട്ടി കോൺഷ്യസ്, പാർട്ടിയോടുള്ള ഒരു താല്പര്യം, ഇതൊക്കെ കണക്കിലെടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ താരതമ്യപ്പെട്ട് എടുത്തു വരുന്നത്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ യൂത്ത് ആയിട്ട് ഇരിക്കുന്ന ഒരു യൂത്തിന്റെ കർമ്മം, ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ എന്താണെന്നും പരാമർശിക്കപ്പെട്ടിട്ടാണ് അവരെടുക്കുന്നത്. എല്ലാ വിധത്തിലും നമുക്കിവിടെ കാണുന്നുണ്ട്, പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിലാണ് ഡിറ്റർമിനേഷൻ വരിക, ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക.
അതിന്റെ അതിന്റെ പരിണാമമായിട്ട് വരാൻ പറ്റുന്നത് ആന്റിസിപ്പേറ്റഡ് ഔട്ട്കം ആണ്. പറയാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്, ആലോചന, സംയോജിത ചിന്ത. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റഗ്രേറ്റീവ് തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സംയോജിത ചിന്തകൾ കൊണ്ടുവന്നത്? സാംസൺ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, തിങ്കിങ് വിത്തൗട്ട് കമ്പാരിസൺ ഈസ് അൺതിങ്കബിൾ. ഒരു താരതമ്യപ്പെടുത്താണ്ട് ഒരു ആലോചന എന്ന് പറയുന്നത് ആലോചിക്കാൻ കൂടെ പറ്റാത്ത ഒരു കാര്യം, അൺതിങ്കബിൾ. അവിടെ എന്താ പറയുന്നത്? അപ്രോച്ചിനെ പറ്റിയാണ് പറയുന്നത്. ഓരോ വിധത്തിലും ഓരോ റെപ്രസെന്റേറ്റീവ്സിന്റെ അപ്രോച്ചിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കമ്പാരിസണിൽ അല്ലെങ്കിൽ ഈ താരതമ്യത്തിൽ ഓരോ റോളുണ്ട്. ഓരോ റോൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ, ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ഓർഗനൈസേഷൻ, പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണല്ലോ. അതേമാതിരി അവിടത്തെ കമ്മ്യൂണിറ്റീസ്, ഏത് കമ്മ്യൂണിറ്റിയാണ് അവിടെ താമസിക്കുന്നത്, ഏത് മതപരമായ കമ്മ്യൂണിറ്റി ഗ്രൂപ്പായിട്ടാണ് താമസിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള സൊസൈറ്റിയിൽ, സോഷ്യലും കൾച്ചറിലും അവർ ഏത് വിധത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അവിടെ കമ്പാരിസണും അതിന്റെ പരിണാമമായിട്ട് അതിന്റെ റിസൾട്ടിനെ എഫക്ട് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതേമാതിരി ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, സിംപ്ലി ആയിട്ട് വളരെ സാധാരണ ലെവൽ പറയുമ്പോൾ, കൂടുതൽ ആൾക്കാരുള്ള സ്ഥലമാണോ അവിടെ ഡെമോക്രാറ്റിക് അല്ല ജനാധിപത്യമാണോ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്? കൂടുതൽ ആൾക്കാരുള്ള സ്ഥലം എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൂടുതലെന്ന് അർത്ഥം, ഡെൻസ്ലി പോപ്പുലേറ്റഡ്. ഡെമോക്രാറ്റിക് എന്ന് വെച്ചാൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സ്ഥലം, അവിടെ താമസിക്കുന്നവർ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ജനാധിപത്യം അവിടെ ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ആവുന്നുണ്ടോ? അപ്പൊ അതും നമുക്ക് താരതമ്യപ്പെടുത്തിയാൽ എംഫസൈസ് കൊടുക്കുന്നത് റിലേഷൻഷിപ്പിനും അതേമാതിരി തന്നെ സിമിലാരിറ്റി ഒരേ മാതിരിയാണോ അല്ല വേറെ വിധത്തിലാണോ, ഡിസിമിലാരിറ്റി, ഫിനോമിന, ഇവരുടെ പ്രതിഭാസങ്ങൾ എങ്ങനെയാണ് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് അപ്രോച്ചാണ് അതിന് നമ്മൾ പറയുന്നത്. കമ്പയർ ചെയ്യുന്നു എന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നു. അപ്പൊ അതിന് വരുമ്പോൾ അവിടെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഡെക്ടമൈസേഷൻ എന്ന് പറയും. അതായത് ഡെക്ടമൈസേഷൻ എന്ന് പറയുന്നത് വിഭജിച്ചെടുക്കുക, രണ്ടായിട്ട് ദ്വിതീയവൽക്കരണം, രണ്ടായിട്ട്, അതായത് രണ്ട് ജോഡിയായിട്ട് തരംതിരിക്കുന്നു. പോളറൈസിങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അർത്ഥം എന്താ കഴിഞ്ഞാല് അവിടെ ഒരു വ്യത്യാസത്തിൽ എങ്ങനെയാണ് അതിനെ വിഭജിച്ചെടുത്തു കൊണ്ടുവരുന്നത്. അതേമാതിരി ഓരോ ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്യും, ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അതിനെ ക്ലാസിഫൈ ചെയ്ത് കമ്പാർട്ട്മെന്റലൈസ് ആക്കി അത് അവരുടെ ഗ്രൂപ്പിന്റെ സിമിലാരിറ്റീസും കണ്ടുപിടിച്ച് ഇവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുണ്ട്, യൂണിറ്റി എങ്ങനെയുണ്ട്, ഓപ്പോസിഷൻ എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും. ഇവരുടെ റിലേഷൻഷിപ്പില് കമ്പാരബിലിറ്റി ഉണ്ടോ, എങ്ങനെ ഇത് കൊണ്ടുപോകുന്നുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എടുക്കുന്നത്. അതേമാതിരി UK, അവരുടെ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് USA പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് പ്രസിഡൻഷ്യൽ ഫോം ഗവൺമെന്റിലേക്കാണ് ആൾക്കാർ പോകുന്നത്. അതേസമയം UK പാർലമെന്ററി ഫോംസ് ഓഫ് ഗവൺമെന്റ് ആണ്. പാർലമെന്ററി, അത് മാത്രമല്ല, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു, UK കോൺസ്റ്റിറ്റ്യൂഷണൽ പാർലമെന്ററി ഫോമാണ് വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർലമെന്ററി പവർ എന്ന് വെച്ചാൽ അവരുടെ UK ഗവൺമെന്റ് നേരത്തെ മൊണാർക്കി ആയിരുന്നു, കിങ്ങോ ക്വീൻ ആണ് അതോറിറ്റി. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വന്നതിന് ശേഷം കിങ്ങോ ക്വീനോ അവിടെ ഉണ്ടാവും,
പക്ഷെ ഗവൺമെന്റിന്റെ ഡിസിഷൻസ് മുഴുവനും പ്രൈം മിനിസ്റ്ററുടെ കയ്യിലാണ് വരുന്നത്. അതാണ് പാർലമെന്ററി ഫോം അവിടെ വന്നത്. അതേ മോഡലിലാണ് നമ്മളുടെ ഇന്ത്യയില് നമ്മള് ബ്രിട്ടീഷിന്റെ കോളനി ആയിരുന്നുകൊണ്ട് ബ്രിട്ടീഷിന്റെ പാർലമെന്ററി ഫോംസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ ഒരു ഡിസ്റ്റോർഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ വിഭജനം ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇതിന് കമ്പാരിസണ് സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റീസ് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ ഓരോ പ്യോർ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ഓരോ പ്രീവിയസ് ഏജിൽ എന്തായിരുന്നു, ഡെറിവേഷൻസ് ഉണ്ടായിരുന്നു, നോർമൽ ബിഹേവിയറിൽ നിന്നും ഡെറിവേറ്റ് ചെയ്തു പോകുന്നുണ്ടോ, ഏത് വിധത്തിൽ അവര് ആകർഷണീയ വലയത്തിൽ പെടുന്നു, ഏത് വിധത്തിൽ അവര് പ്രീ ഓക്യുപ്പേഷൻ ചെയ്യുന്നു, ഉത്സാഹത്തോടെയാണോ ചെയ്യുന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അതിൽ ബൈനറി ഓപ്പോസിഷൻസ് ഉണ്ടോ. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിധത്തിൽ. അപ്പോൾ അണുമാതിരി അണുവികലനം എന്ന് പറയാം. അങ്ങനെ വിവരിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവരുടെ കാര്യങ്ങളിനെ പറ്റി നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. ഇതിന് കൂടാണ്ട് ഹിസ്റ്ററിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിഫിക്കേഷൻ വഴി ഡിസ്ഇംപവർമെന്റ്, ഓരോ ഗ്രൂപ്പിന്റെയും ശക്തിശാകരണം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം കൊളനൈസേഷൻ ആയിരുന്നോ, കൊളനൈസേഷൻ മാറി ഫ്രീഡം കിട്ടി, ആ ഫ്രീഡത്തിൽ നിന്ന് സെൽഫ് ഗവൺമെന്റ് ഉണ്ടാവുന്നു. സെൽഫ് ഗവൺമെന്റ് വരുമ്പോൾ നമുക്ക് സെൽഫ് റൂൾ എന്നുള്ള ഒരു പോളിസി വരുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് എടുക്കുന്നു, പോയിന്റ്, ഏത് പോയിന്റിൽ വെറ്റിൽ അനുകൂല ശക്തി, ഏത് പോയിന്റ് അനുകൂല ശക്തി, അതായത് വെന്റേജ് ഓഫ് പവർ എന്ന് പറയുന്നത് അനുകൂല ശക്തിയാണ് കോളനൈസിങ് നേഷൻസിൽ. അങ്ങനെ വരുമ്പോൾ ഈസ്റ്റും വെസ്റ്റിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സിൽ ടൈം ബ്രിട്ടീഷായ കോളനൈസേഷൻ മാറി മോഡേണൈസേഷനിലേക്ക് വരുന്നു. ആ മോഡേണൈസേഷനിലേക്ക് വരുന്ന സമയത്ത് ടൈമിന്റെ അനുസരിച്ച് നമ്മൾ ചേഞ്ചസ് വരുന്നു. അതേമാതിരി തന്നെ എറിക് വോൾഫ് പറയുന്നുണ്ട്, ഇന്റർ കണക്ഷൻസ് അല്ലെങ്കിൽ പരസ്പരമുള്ള കണക്ഷൻസ്, ഓരോ രാജ്യത്തിന്റെയും നേഷന്റെയും ഡെസ്റ്റിനി അത് എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, ഈ യൂറോപ്യൻ കൺട്രികൾ എങ്ങനെയായിരുന്നു, ഈ ഏഷ്യൻ കൺട്രികൾ എങ്ങനെയാണ്, സ്റ്റേറ്റ്സ് എങ്ങനെയാണ്, ഇതിനൊക്കെയാണ് നമ്മൾ റിലേഷൻഷിപ്പും ഇന്റർ കണക്ഷൻസ് എന്നും ചരിത്രപരമായിട്ട് നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നത്. ഇനി ഈ മെത്തേഡിൽ ഇനി പരാമർശിക്കാൻ പോകുന്നത് 5 മെത്തേഡാണ്. എക്സ്പെരിമെന്റൽ മെത്തേഡാണ് ആദ്യത്തത്. എക്സ്പെരിമെന്റൽ മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കുന്നു. നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സ്പെരിമെന്റൽ മെത്തേഡിൽ പറയുകയാണെങ്കിൽ ഇതേ മാറ്റേഴ്സ് നമ്മൾ ഇംഗ്ലീഷിലാണ് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് ഇപ്പോ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിലേക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് സബ്ജക്റ്റിനെ പറ്റി ഗാഢമായ തറവായ നോളജ് കിട്ടാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ കുട്ടികൾ സാധാരണ വിധത്തിൽ ആൻസേഴ്സിനെ മഗ്ഗപ്പ് ചെയ്തിട്ട് സ്വന്തം തലയിലല്ല കാണാപാഠം പഠിക്കും, അതിനെ എഴുതി വയ്ക്കും. അതിനെക്കാട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കണം. അതിനാണ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ വേണോ അല്ല നിങ്ങളുടെ ഭാഷയിൽ വേണോ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏതാണോ ലാംഗ്വേജ് നിങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഏത് ലാംഗ്വേജ് ആണോ അതിനെ എടുക്കാനുള്ള മെത്തേഡ് അവർക്ക് റിസർച്ച് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്ററിന് ചെയ്യാൻ പറ്റും. ഏത് വിധത്തിൽ നമ്മൾ റിസർച്ച് ചെയ്യണം, ഏത് വിധത്തിൽ എൻ്റെ പ്രബന്ധം തയ്യാറാക്കണം, ഏത് വിധത്തിൽ ഞാൻ എങ്ങനെ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കണം, അതവിടെ എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. അതിനുശേഷം അവര് പ്രബന്ധങ്ങൾ തയ്യാറെടുക്കുന്നു. അതിനെപ്പറ്റി അതിൽ ഗാഢമായി ചൂർന്നിഴങ്ങി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എക്സ്പെരിമെന്റ് ഡിസൈഡ് ചെയ്യുന്നത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എടുക്കാൻ പറ്റുമോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ റിസർച്ച് സ്കോളർ എന്ന ഈ പറയുന്ന ഹൈപ്പോത്തീസിസ് ശരിയാണോ, റിലേഷൻഷിപ്പ് വരുന്നുണ്ടോ, 2 കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്.
ഹയർ ഇൻകം ഗ്രൂപ്പിന്റെ എക്സ്പെരിമെന്റില് ഹയർ ഇൻകം ഗ്രൂപ്പിന്റെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടും അവർക്ക് ആ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഹയർ ഗ്രൂപ്പ്, 2 ഗ്രൂപ്പാണ്. ഹയർ ഗ്രൂപ്പ്, ആ ഹയർ ഗ്രൂപ്പിൽ ഹൈഫൈ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാരിക്കാൻ സൗകര്യമായിരിക്കും. അതേസമയം സാധാരണ വിധത്തിൽ ലോ ഇൻകം ഗ്രൂപ്പും റീജിയണൽ ലാംഗ്വേജിൽ പഠിക്കുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. അവിടെ അവർക്ക് ഒരു 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 പടി പിന്നാക്കമായിരിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതുകൊണ്ടാണ് പുറം ദേശങ്ങളിലേക്ക് പോകുമ്പോൾ IELTS സ്കോർ എത്ര വേണം എന്ന് അവര് നിർബന്ധമായിട്ട് പറയുന്നത്. അപ്പൊ കുട്ടികൾ പോയി അത് പഠിക്കും. ലാംഗ്വേജ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല്, റൈറ്റിംഗ് സ്കില്ല്, ലിസണിങ് സ്കില്ല് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ, 4 സ്കിൽസ് അതാണ് IELTS പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ പുറം രാജ്യങ്ങളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് കേസ് സ്റ്റഡി പറ്റിയാണ്. ഒരു കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു കേസ് എടുത്തിട്ട് അതിനെ പറ്റിയാണ് നമ്മൾ സ്റ്റഡി ചെയ്തു പോകുന്നത്. ഒബ്സർവേഷൻസ്, ആ ഒബ്സർവേഷൻസ് വഴി ഏത് വിധത്തിലുള്ള മാനറിലാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്, ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, അതേമാതിരി തന്നെ അതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് വരുമ്പോൾ ഏതൊക്കെ ഡിവിയന്റ് അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള വല്ല കേസുകളുണ്ടോ, വല്ല ഇന്റർ കണക്ഷൻസ് ഇടപെടുന്നുണ്ടോ, അല്ലെങ്കിൽ വ്യതിചലിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ കമ്പാരിറ്റീവിസ്റ്റും ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചോദ്യപ്പെടുകയാണ്. അമേരിക്കയിലും നമ്മൾക്ക് അമേരിക്കയില് എന്തുകൊണ്ടാണ് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി വന്നിട്ടില്ല? കാരണം USA ഈസ് എ ക്യാപിറ്റലിസ്റ്റ് കൺട്രി. അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി അവിടെ ഉദ്ധരിച്ചിട്ടില്ല. കാരണം അവരുടെ സിദ്ധാന്തങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, കമ്പനി ബിസിനസ്, ക്യാപിറ്റലിസ്റ്റ്, മുതൽ മുടക്കിറങ്ങുക, അങ്ങനെയുള്ള ഒരു സിദ്ധാന്തങ്ങളിലാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് USA സോഷ്യലിസ്റ്റ് പാർട്ടി വരാത്തത്. പക്ഷേ സ്വീഡൻ എന്ന് പറയുന്ന മോഡേൺ വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യമായെങ്കിൽ കൂടിയും അവിടെ ഡെമോക്രസി ഉണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ അലക്സിസ് ടോക്വിൽ പറയുന്നത് 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിനെ 2 വിധത്തിൽ, ഓൾഡ് റിഷീം ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ റിഷീം എന്ന് പറഞ്ഞിട്ട് പിരിക്കുന്നുണ്ട്. അതേമാതിരി 19ാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡെമോക്രസി ഇൻ അമേരിക്ക എന്ന് പറഞ്ഞ ബുക്കിലും ഈ പറഞ്ഞ കമ്പാരിറ്റീവ് എക്സ്പ്ലനേഷൻസും ഫോക്കസിങ്ങും കേസ് സ്റ്റഡി ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കേസ് സ്റ്റഡി ആയിട്ട് കൊണ്ടുവന്ന് അവിടെ അതിനെ കമ്പാരിറ്റീവ് എക്സ്പ്ലനേഷൻ കൊടുത്തു, സിംഗിൾ ഇൻഡിവിജ്വൽ കേസസ് ആയിട്ട്. 2നും ഡിഫറെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്നു. അതിനെപ്പറ്റി അവർ പരാമർശിക്കുന്നു, റീസൺസ് കണ്ടുപിടിക്കുന്നു, കോൺസിക്വൻസ് എന്തായിരിക്കും, കണ്ടീഷൻ, സോഷ്യൽ ഇക്വാളിറ്റി എന്താണ്. ഇതൊക്കെയാണ് 20 കൊല്ലത്തെ പരാമർശിച്ചു വരുമ്പോൾ 20 കൊല്ലത്തെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടാൻ വഴിയുണ്ട്. അപ്പോൾ കേസ് സ്റ്റഡിയിൽ ഇക്വാളിറ്റിയും ഇൻഇക്വാലിറ്റിയെ പറ്റി, ഡെസ്പോട്ടിസത്തിനെ പറ്റി, ഫ്രീഡത്തിനെ പറ്റി, ഫ്രഞ്ച് റവല്യൂഷൻ വരുമ്പോൾ ഡെസ്പോട്ടിക് റൂള്, ഫ്രീഡം വരുമ്പോഴത്തേക്കും ഫ്രീഡം ഓഫ് നേഷൻ സ്റ്റേറ്റ്, ഇതൊക്കെ അവിടെ വരുന്നു. അതാണ് കേസ് സ്റ്റഡിയുടെ ബെനിഫിറ്റ്. ഫൈനലായിട്ട് പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരു സാധാരണ ഇൻഡിവിജ്വൽ വർക്ക് ചെയ്യുന്നതും കമ്പാരിറ്റീവ്ലിയും ബാക്കിയുള്ള ഒരു ഗ്രൂപ്പിനെയും കൂടിയാണ് നമ്മൾ ആബ്സെന്റും നോക്കുക. എങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നാൽ എന്തായിരിക്കും, ഈ ഗ്രൂപ്പിന്റെ ഡെമോക്രസി എന്തായിരിക്കും, ഗ്രൂപ്പ് ആക്ഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് റിയാക്ഷൻ എന്തായിരിക്കും, അതിലാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നോക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുക കാറ്റഗറി വേരിയബിൾസ് വെച്ചിട്ടാണ് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഓരോ നമ്പേഴ്സ്. അതിന്റെ വോട്ടിംഗ് പാറ്റേൺ എന്തായിരിക്കും, പബ്ലിക് എക്സ്പെൻഡിച്ചർ, എത്രത്തോളം എക്സ്പെൻസ് വരും, എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാവും, എത്ര വോട്ടർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ അതിനെ ടേൺ ഔട്ട് എന്ന് പറയും, അർബനൈസേഷനിൽ എത്ര വരും, പോപ്പുലേഷൻ ഗ്രോത്ത്, ഈ ഫാക്ടേഴ്സ് ഒക്കെ സ്റ്റാറ്റിക് സ്റ്റേബിൾ ആയിട്ടുള്ള റെക്കോർഡ് നമുക്ക് ഡാറ്റ കിട്ടും. ഈ ഡാറ്റനെ കോമ്പാക്ട് ഫോമിൽ കിട്ടുമ്പോൾ അത് വിഷ്വലി ഇഫക്റ്റീവ് മാനറിൽ വരുന്നുണ്ടോ,
ഡിസിമിലാരിറ്റീസ് എന്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ സിമിലാരിറ്റീസ് എന്ത് വരുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒരു റിലേഷൻഷിപ്പിൽ, ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയും, അതിൽ കൊണ്ടുവരും. അപ്പോൾ ആ സ്റ്റഡിയിൽ ഒരാളുടെ പാറ്റേൺസിൽ കൊണ്ടുവരുമ്പോൾ റിലേഷൻഷിപ്പ്, ഏജ്, പ്രായം, ഏത് വിധത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഏത് വിധത്തിലുള്ള വിശകലനം, അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ് ആണ് നമുക്ക് ഒരു വോട്ടറിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ടേൺ ഔട്ട് ചെയ്യും. കാറ്റഗറി വൈസ് നോക്കുമ്പോൾ 20 വയസ്സും 30 വയസ്സുള്ളവരാണോ കൂടുതൽ വോട്ടിങ്ങിന് വരുന്നത്, അല്ലെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞവരും 41 വയസ്സുമാണോ എന്തൂസിയാസ്റ്റിക് ആയിട്ട് വോട്ടിങ്ങിന് വരുന്നത്. ഈ കമ്പാരിസൺ അവിടെ വരുന്നുണ്ട്. കമ്പാരിസൺ എടുത്ത് വോട്ടർ ടേൺ ഔട്ട് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് നോക്കാൻ പറ്റും റിലീജിയസ് കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. റിലീജിയസ് ഗ്രൂപ്പിന്റെ വിത്ത് കണക്കാണ്, ഫിഗേഴ്സ് ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുക. എത്രത്തോളം സ്റ്റേറ്റസ് ആയ സ്ഥിരമായ ഒരു ആൾക്കാരുടെ ഗ്രൂപ്പ് വന്ന് വോട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഏത് ആ ഭാഗത്ത് താമസിക്കുന്ന മതപരമായ ആൾക്കാർ, റിലീജിയസ് ഗ്രൂപ്പ്, സോഷ്യൽ ക്ലാസ്, സൊസൈറ്റിയിലെ ഹൈ ക്ലാസ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് വോട്ട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റീസ് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക. ഏത് പ്രായത്തിലുള്ളവര്, 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിന് എക്സൈറ്റഡ് ആയിട്ട് വരുന്നത്. അതേമാതിരി തന്നെ ജനറലൈസേഷൻ ആയിട്ടും വരാൻ പറ്റും. ഹിന്ദുസ് വരും, മിഡിൽ ക്ലാസ് വരും, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് 30 വയസ്സിന് താഴെ, ചില പ്രായമായവർ 90 വയസ്സായവരെ പൊക്കിയെടുത്തോണ്ടെന്ന് വോട്ടിന് കൊണ്ടുവരാറുണ്ട്. കാരണം അവിടെ ഏജ് ഗ്രൂപ്പിൽ ആൺ പെൺ വ്യത്യാസം, വെസ്റ്റേൺ ഡെമോക്രസിയില് നമ്മുടെ ഇന്ത്യയിലെ മാതിരി തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് വോട്ടിങ്ങിനുള്ള ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുന്നു. അവരുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേരിയബിൾസ് ആണ് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അവിടെ വരും. ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഏത് ക്വാളിറ്റിയിലുള്ളത്, ഏത് എക്സ്പ്ലനേഷൻസ്, എത്ര റിലേഷൻ, ഇങ്ങനെ ബ്രോഡ് കാറ്റഗറിയിൽ വരുന്നുണ്ടോ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തത്, ആ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ, ഇതൊക്കെയാണ് അവിടെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ വഴി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് പോകുന്ന മെത്തേഡ് എന്താന്ന് വെച്ചാല് ഫോക്കസ്ഡ് കമ്പാരിസൺ ആണ്. ഫോക്കസ് ചെയ്യുന്നു, ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് 2 പെയറിന് അല്ലെങ്കിൽ പെയർഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന് അല്ലെങ്കിൽ ബൈനറി കമ്പാരിസൺസ്. അപ്പോൾ ഇവിടെ പെർട്ടിക്കുലർ ആയിട്ട് ആസ്പെക്ട് എന്താ വരുന്നത് വെച്ചാല് പൊളിറ്റിക്സില് അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് ഏതൊക്കെ വരുന്നുണ്ട്, സ്റ്റഡി അതായത് പബ്ലിക്കായിട്ട് ജനറൽ ആയിട്ടുള്ള പോളിസികൾ എന്താണ്, അതിന്റെ ഇൻഡിഫറെന്റ് കൺട്രീസിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അവരെടുത്തിട്ടുള്ള പോളിസികൾ വഴി അവർക്ക് എന്ത് ബെനിഫിറ്റ് വരുന്നു. ഇവിടെ ലിപ്സ്റ്റിക് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട്. ബൈനറി ഓർ കമ്പാരിസൺ, പെയർഡ് കമ്പാരിസൺ, അതിന്റെ പരിണാമമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് എന്തുവാണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ട് അവരെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു, അതേമാതിരി വ്യക്തമായിട്ട്, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അവരെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു, അവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ പോളിസികൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന കൺട്രിയുടെ തന്നെയാണോ. ട്രോവൽ പറയുന്നുണ്ട് സ്റ്റഡി ഓഫ് അമേരിക്കയില്, അതിന്റെ ബേസിനെ എടുത്ത് റെഫറൻസിന് കൊടുക്കുന്നു. അപ്പോൾ റെഫറൻസിന് കൊടുത്തിട്ട് പരോക്ഷമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഗ്രൂപ്പായിട്ടുള്ള കമ്പാരിസൺ, പെയർഡ് കമ്പാരിസൺ എന്ന് വെച്ചാൽ 2 ഗ്രൂപ്പായിട്ടുള്ള കമ്പാരിസൺ ചെയ്തിട്ട് കൺട്രികളെ തമ്മിൽ, 2 രാജ്യങ്ങളെ തമ്മിൽ കമ്പാരിസൺ ചെയ്യാണ്. അതിൽ കൂടെ രണ്ട് രാജ്യങ്ങളുടെയും ചരിത്രം പഠിച്ച് പോളിസി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യ ഇവിടെ നോക്കുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കമ്പാരിസൺ എന്താണെന്ന് വെച്ചാൽ മോഡേണൈസേഷനിലെ ബേസ് ചെയ്ത് വരുമ്പോൾ
ഇന്ത്യ ചൈന ഏകദേശം നമ്മളുടെ പോപ്പുലേഷൻ സിമിലർ ആണ്. അപ്പോ പോപ്പുലേഷൻ സിമിലർ ആയിട്ട് വരുമ്പോഴും അതേമാതിരി ജനാധിപത്യവും നമ്മൾക്ക് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ചൈനയിൽ അത് പറ്റില്ല. അവിടെ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ മോഡേണൈസേഷന്റെ കാര്യത്തിലായാലും ഇന്ത്യയും ചൈനയും നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാരലലായിട്ട് രണ്ട് അല്ലെങ്കിൽ പെയറായിട്ട് ബൈനറി ആയിട്ട് ചെയ്തു വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഊർന്നിറങ്ങി നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അടുത്തത് ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായ കമ്പാരിസൺ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്തിനാണ് ചരിത്രം ഇവിടെ വരുന്നത്? ഏത് ചരിത്രമാണ് ഇവിടെ വരാൻ പോകുന്നത്? നമ്മളുടെ ചരിത്രം വളരെ സെൻസിറ്റീവ് ആണ്. ഓരോ മനുഷ്യന്റെ കണ്ടീഷൻ, ടെക്നിക്കൽ പ്രോബ്ലംസ് ഏതൊക്കെ വിധത്തിലാണോ നമ്മളുടെ ചരിത്രം നമ്മൾ അനലിറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ റിസോർട്ട് ചെയ്തെടുക്കുകയാണ്. എന്ത് കാരണമായിരുന്നു പണ്ട് കോസസ്, അതിന്റെ അത് ഇപ്പോഴത്തെ പ്രസന്റിന് എന്ത് കാരണമായിരുന്നു? അപ്പൊ അങ്ങനെ ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററി ആണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ നേഷന്റെ സിംഗിൾ ആയിട്ടുള്ള കൾച്ചർ ഏരിയ. അപ്പോൾ വിശകലനാത്മകമായ മെത്തേഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ കോണ്ടിനെന്റ് ഒരു പീരീഡില്, അതായത് സ്റ്റഡി കോണ്ടാക്ട്സ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, വരുമ്പോൾ എങ്ങനെയായിരുന്നു, അവരുടെ ഇന്ററാക്ഷൻസ് എങ്ങനെയായിരുന്നു, ഇന്റർ കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള ഇടപെടലുകൾ എങ്ങനെയായിരുന്നു. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, മുഗൾ രാജാക്കന്മാർ വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, ഇന്ത്യയില് മുഗൾ ഇസ്ലാം മതം ഉണ്ടായിരുന്നു. അവര് ഒരു വിശ്വാസത്തോടെ ഒരുമിച്ച് യുണൈറ്റഡ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. അതായത് പഴയ കാലഘട്ടം ചരിത്രമാണ് പറയുന്നത്. ആ പോപ്പുലേഷനിലും അവരുടെ കൾച്ചറും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ ബ്രിട്ടീഷിന്റെ അറൈവലോട് കൂടിയും അല്ലെങ്കിൽ പാശ്ചാത്യ ഫ്രഞ്ച് ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ്, പോർച്ചുഗീസ് ഗവൺമെന്റ് അങ്ങനെ വന്നിട്ട് ബ്രിട്ടീഷാണ് ഈ മതപരമായ വ്യത്യാസങ്ങളില് ഫേവറിറ്റിസം കാണിച്ച് അതിനെ ഇവിടെ ഉപയോഗിച്ചു. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു. പക്ഷെ അതിന്റെ വിത്ത് വളർന്നു വന്ന് ബൈനേഷൻ തിയറിയിൽ പോയി. ഇസ്ലാമും ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു മതം ഇസ്ലാം മതം എന്നുള്ള ആ ലെവലിലേക്ക് പോയി. മുഗൾ രാജാക്കന്മാരുടെ സമയത്ത് അത്രയും ഇസ്ലാം ആയിരുന്നിട്ട് കൂടിയും അത്രയും വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നേഷൻ സ്റ്റേറ്റ്സിനെ കോംപ്ലക്സ് ആയിട്ട് അവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ മോഡലിൽ കൊണ്ടുവന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള നാഷണൽ കോൺടെസ്റ്റിലേക്ക് എത്തിക്കുകയും നമ്മളുടെ ബെഡറിക്സ് നാഷണൽ ബിൽഡിംഗ് ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ എഴുതുകയും അതേമാതിരി പെറി ആൻഡ്രസന്റെ ലൈനേജസ് ഓഫ് ആബ്സല്യൂട്ട് സ്റ്റേറ്റ് കമ്പാരിസൺ നടത്തുന്നുണ്ട്. കൺട്രികൾ തമ്മിൽ, സിവിലൈസേഷൻ തമ്മിൽ, രണ്ട് സിവിലൈസേഷനും അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസം കാണുന്നു. സ്കോപ്പോൾ പറയുന്നു സെക്കൻഡ് മെത്തേഡ്, അതായത് കമ്പാരിറ്റേറ്റീവ് ഹിസ്റ്റോറിക്കൽ അനലൈസിസ്. കമ്പാരിറ്റേറ്റീവ് എന്ന് വെച്ചാൽ താരതമ്യപ്പെടുത്തുന്ന, ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ ചരിത്രപരമായ, അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിശകലനം. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് അവരുടെ അഭിപ്രായത്തിൽ പറഞ്ഞു വരുന്നത്. കാരണം അവിടെ പ്രൈമറി ആയിട്ട് ഒരു ഡെവലപ്പ് ചെയ്യാനും ഒരു ടെസ്റ്റ് നടത്താനും റിഫൈൻ ചെയ്യാനും കാഷ്വൽ ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തീസിസ് കൊണ്ടുവരാനും ഒക്കെ ചാൻസസ് ഉണ്ട്. നേഷൻ സ്റ്റേറ്റ്സിനെയാണ് ഞാൻ ഈ പറയുന്നത്, നാഷണൽ ലെവലില് നേഷൻ സ്റ്റേറ്റ്സിന്റെ ഡെവലപ്മെന്റ്. അപ്പോൾ അങ്ങനെ ഈ കമ്പാരിസൺസിന്, റിലേഷൻഷിപ്പിന് സ്പെസിഫിക് ആയിട്ട് റവല്യൂഷൻസിനെ പറ്റിയും ആ റവല്യൂഷൻസിൽ നിന്ന് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു മീനിങ്സിനെ എടുത്ത് ജനറലൈസേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയപരമായ കാരണങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്
സ്ഥിരീകരിക്കാനും ചെയ്യും. ഇനി സിസ്റ്റം ഓഫ് ലോജിക്കിൽ നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അഗ്രിമെന്റ്, ഏത് മെത്തേഡാണ് അഗ്രിമെന്റ് ആയിട്ട് ഉപയോഗിക്കുക, അതിനെ ഫിനോമിനയിൽ കൊണ്ടുവരിക. അപ്പോ മെത്തേഡ് ഓഫ് ഡിഫറൻസ് എന്താണ്? രണ്ട് മെത്തേഡ് കേസസ് പറയുന്നുണ്ട്. അതായത് ഒന്ന് പോസിറ്റീവ് കേസസ്, എവിടെ ഫിനോമിനൽ ഹൈപ്പോത്തിക്കേഷനും കാഷ്വൽ റിലേഷൻഷിപ്പും പ്രസന്റ് ആണോ അതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയും. അതേസമയം നെഗറ്റീവ് കേസസിൽ എന്താ പറയുന്നത്? ആ ഫിനോമിനയിൽ ഉണ്ടാവില്ല, കോസസ് അല്ല ആബ്സെന്റ് ആയിരിക്കും. അതിന് സെക്കൻഡ് ആയിട്ടുള്ള ബി എന്നുള്ള ഒരു സെറ്റിനെ കാട്ടിലും നമ്മൾ പറയുന്നു. അപ്പൊ ഇങ്ങനെ കമ്പാരിറ്റീവ് ചെയ്ത് താരതമ്യപ്പെടുത്ത അനലൈസിസില് ഫ്രഞ്ച് റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, സ്റ്റേറ്റ്സും സോഷ്യൽ റവല്യൂഷൻസും എടുത്താണ്. പല സ്റ്റേറ്റും സോഷ്യൽ റവല്യൂഷൻസ്. അവിടെ കമ്പാരിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഫ്രാൻസ്, റഷ്യ, ചൈന ഇതിലെടുത്തിട്ട് പോസിറ്റീവ് കേസസ് എന്തായിരുന്നു? സോഷ്യൽ റവല്യൂഷൻ, സാമൂഹ്യപരമായ വിപ്ലവങ്ങൾക്ക് എന്ത് കാരണം കൊണ്ട് അത് സക്സസ് ആയി, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് അത് പരാജയപ്പെട്ടു. ഇങ്ങനെ കാഷ്വൽ പാറ്റേൺസ് വഴി നമ്മൾ അതിനെ വ്യത്യാസങ്ങളെ കണ്ടുപിടിച്ച് വരുമ്പോൾ അതേമാതിരി തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത് കാരണത്താലാണ് റഷ്യൻ റവല്യൂഷൻ 1905 തോറ്റുപോകാൻ കാരണം, ഫെയിലിയർ ആവാൻ കാരണം. അതേമാതിരി തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇംഗ്ലീഷോ ജാപ്പനീസോ ജർമ്മൻ ഹിസ്റ്ററീസോ വാലിഡേഷൻ കയറുന്ന കാരണം കാഷ്വൽ റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു. ഇതേമാതിരി തന്നെ ഇവരുടെ ഈ ട്രൂലി സയന്റിഫിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ക്രിറ്റിക്സ് എന്താ പറയുന്നത് വെച്ചാല്, ചരിത്രപരമായി ഏത് മെത്തേഡാണോ ബെറ്റർ, ഏത് മെത്തേഡിന്റെ ലാർജ് നമ്പർ ഓഫ് കേസസ് ആണോ ബെറ്റർ, അത് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ സയന്റിഫിക് മാനർ വരുന്നുണ്ടോ, അതിന് ആപ്ലിക്കേഷൻ വരുന്നുണ്ടോ, അതിൽ നിന്ന് ജനറലൈസേഷൻ കിട്ടുന്നുണ്ടോ, അങ്ങനെ സ്മോൾ നമ്പർ ഓഫ് കേസസ് കേസ് സ്റ്റഡി ആക്കി മാറ്റാനും ആ ജനറലൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാനും അവിടെ കവർ ചെയ്യാനും, ലാർജ് ഏരിയ കവർ ചെയ്യാനും, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വഴി അതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിലായിരിക്കും ബെനിഫിറ്റ് കൂടുതൽ വരിക എന്നുള്ളതാണ് അങ്ങനെ ഈ ഇതിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞു വന്നിട്ടുള്ളത് ആകെ മൊത്തം പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു മനുഷ്യന്റെ സ്വഭാവമാണ് കമ്പാരിസൺ. അത് കോൺഷ്യസ് ആയിട്ട് ശരി, അൺകോൺഷ്യസ് ആയാലും ശരി, നമ്മൾ എല്ലാവിധം നമ്മളുടെ ചുറ്റുപാടും എല്ലാം നമ്മൾ താരതമ്യപ്പെടുത്താറുണ്ട്. പൊളിറ്റിക്കൽ സയൻസിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജനറൽ ഡിസ്ക്രിപ്ഷനിലും അതേമാതിരി ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും സിസ്റ്റത്തിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും ശരി, ഫിനോമിന ആയാലും ശരി, എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അവരുടെ പാറ്റേൺസ് എന്താണ്, അവരുടെ സിമിലാരിറ്റീസ് ഒരേ മാതിരി ഉള്ളത് എന്താണ്, ഒരേ അഭിപ്രായങ്ങൾ എന്താണ്, അവരുടെ വ്യത്യാസങ്ങൾ എന്താണ്, ഡിഫറൻസസ് എന്താണ്, ഇങ്ങനെയൊക്കെ നോക്കി വരുമ്പോൾ പൊളിറ്റിക്കൽ എൻക്വയറിയും സോഷ്യൽ എൻക്വയറിലും ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഇത്രയും, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, ഈ ചാപ്റ്റർ അങ്ങോട്ട് തീർക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏതൊക്കെയാണ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്? എക്സ്പെരിമെന്റൽ മെത്തേഡാണോ, കേസ് സ്റ്റഡി മെത്തേഡാണോ, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണോ, ഹിസ്റ്റോറിക്കൽ മെത്തേഡാണോ, ഏതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്? ഇനി ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും അതിന് ബേസിക് ആയിട്ട് ഒരു ടൂൾസ് ഉണ്ട്. ആ ടൂൾ എന്തായിരുന്നു? നമ്മളുടെ സയന്റിഫിക് ആയിട്ടുള്ള ടെക്നിക്ക് എന്തായിരുന്നു? സയന്റിഫിക് ഇൻഡെപ്തിൽ നമ്മൾ എത്രത്തോളം പോകുന്നു, എംപിരിക്കൽ ഡാറ്റ കളക്ഷൻ എന്തായിരുന്നു, വേരിയബിൾസ് എന്തായിരുന്നു, ഇതൊക്കെ കണ്ടുപിടിച്ച് ഒരു റിസർച്ചർ ചെയ്യുമ്പോൾ അവരുടെ റിസർച്ചിന് ബലമുണ്ടാവും. അങ്ങനെ ഒരു സിംഗിൾ ആയിട്ടുള്ള മെസ്സേജ് വരുമ്പോഴാണ് ആ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതും അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതും. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും, നമ്മളുടെ ഇന്ത്യയുടെ സയന്റിഫിക് റിസർച്ച് ബെറ്റർ ആയിക്കൊണ്ടു പോകുന്നു. ശനിയാഴ്ച അവര് ചന്ദ്രയാനിലേക്ക് അയച്ചമാതിരി
സോളാർ സിസ്റ്റത്തിൽ അയക്കാൻ പോവാണ് ഇന്ത്യ. അപ്പൊ സയന്റിഫിക്കലി വി ആർ ഓൾസോ പ്രോഗ്രസിങ്. അപ്പൊ ഇത്രയും ഈ ചാപ്റ്ററിൽ നമ്മൾ ഓരോ ഗവൺമെന്റിന്റെയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെയും പറ്റിയാണ് പഠിച്ചതും. അത് ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് കൂടുതലായിട്ട് പരാമർശം ചെയ്യാം. നന്ദി, നമസ്കാരം.